യുക്രൈൻ യുദ്ധരംഗത്ത് വൻ വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് ഡോൺബാസ് മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാന നഗരങ്ങളിലൊന്നായ കോൺസ്റ്റാന്റിനോവ്ക റഷ്യൻ സൈന്യം പൂർണ്ണമായും പിടിച്ചടക്കിയതായി ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ നിർണായക വിജയം ലോകത്തെ അറിയിച്ചത്. യുദ്ധം ആരംഭിച്ച് ഇത്രയും നാളുകൾ പിന്നിടുമ്പോൾ കിഴക്കൻ യുക്രൈനിൽ കീവിന്റെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിയുന്ന ഏറ്റവും വലിയ സൈനിക മുന്നേറ്റമായാണ് മോസ്കോ ഇതിനെ വിലയിരുത്തുന്നത്. ഈ വിജയത്തോടെ ഡോൺബാസ് മേഖലയുടെ ഭൂരിഭാഗവും റഷ്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നീങ്ങുകയാണ്. നഗരം പിടിച്ചെടുക്കുന്നതിന്റെ അവസാന നിമിഷങ്ങളിലെ അതിശക്തമായ പോരാട്ടങ്ങളുടെ നാടകീയ ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളും ഭീകരമായ ആർട്ടിലറി ഷെല്ലാക്രമണങ്ങളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തകർന്നടിഞ്ഞ നഗരത്തിലൂടെ റഷ്യൻ കാലാൽപ്പട മുന്നേറുന്നതും ഒടുവിൽ യുക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്ക് മുകളിൽ റഷ്യൻ പതാക ഉയർത്തുന്നതുമായ ദൃശ്യങ്ങളാണ് മോസ്കോ പുറത്തുവിട്ട വീഡിയോയിലുള്ളത്. ഇത് യുക്രൈൻ സൈന്യത്തിന് മാനസികമായ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. കിഴക്കൻ യുക്രൈനിൽ കീവിന്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ വലയത്തിന്റെ ഭാഗമായിരുന്നു കോൺസ്റ്റാന്റിനോവ്ക. സ്ലാവിയാൻസ്ക്, ക്രമാറ്റോർസ്ക് പ്രതിരോധ ബെൽറ്റിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സൈനിക നിരീക്ഷകർ ഈ നഗരത്തെ കണക്കാക്കുന്നത്. വർഷങ്ങളായി യുക്രൈൻ സൈന്യം ഇവിടെ നിർമ്മിച്ച കനത്ത ബങ്കറുകളും കവചിത പ്രതിരോധ സംവിധാനങ്ങളുമാണ് റഷ്യൻ സൈന്യത്തിന്റെ കടുത്ത ആക്രമണത്തിൽ തകർന്നടിഞ്ഞത്. ഈ നഗരത്തിന്റെ പതനം യുക്രൈന്റെ കിഴക്കൻ പ്രതിരോധ നിരയിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിജയത്തെ അതീവ തന്ത്രപ്രധാനമായ നേട്ടമെന്നാണ് വിശേഷിപ്പിച്ചത്. മുതിർന്ന സൈനിക കമാൻഡർമാരുമായി നടത്തിയ ടെലിവിഷൻ കൂടിക്കാഴ്ചയിലാണ് പുടിൻ സൈന്യത്തെ പരസ്യമായി അഭിനന്ദിച്ചത്. അത്യുഗ്രൻ, ഒന്നിനും ഇനി റഷ്യയെ തടുക്കാനാവില്ല എന്ന തരത്തിലുള്ള ശക്തമായ സന്ദേശമാണ് പുടിൻ ഈ വിജയത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും നൽകുന്നത്. സൈന്യത്തിന്റെ അച്ചടക്കത്തെയും തന്ത്രങ്ങളെയും അദ്ദേഹം പ്രകീർത്തിച്ചു. കോൺസ്റ്റാന്റിനോവ്കയുടെ പതനത്തോടെ അടുത്തതായി റഷ്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം ക്രമാറ്റോസ്ക്, സ്ലോവിയാൻസ്ക് എന്നീ രണ്ട് വൻ നഗരങ്ങളാണ്. ഡോൺബാസ് മേഖലയെ യുക്രൈന്റെ കൈവശമുള്ള അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളാണിവ. ഈ രണ്ട് നഗരങ്ങളിലേക്കുമുള്ള പാതകൾ ഇപ്പോൾ റഷ്യൻ പീരങ്കികളുടെയും മിസൈലുകളുടെയും പരിധിയിലായി കഴിഞ്ഞു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ മേഖലകളിൽ കടുത്ത പോരാട്ടം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ പ്രവചിക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കോൺസ്റ്റാന്റിനോവ്കയിലെ യുക്രൈൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലകൾ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടാണ് റഷ്യൻ സൈന്യം മുന്നേറിയത്. ഇത് യുക്രൈൻ സൈനികരെ ആയുധങ്ങളും ഭക്ഷണവും ഇല്ലാതെ വലച്ചു. വളരെയധികം ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമായിരുന്നു റഷ്യ ഇവിടെ പ്രയോഗിച്ചത്. 4 ഭാഗത്തു നിന്നും വളഞ്ഞുള്ള ആക്രമണവും അത്യാധുനിക ഗൈഡഡ് ബോംബുകളുടെ ഉപയോഗവും യുക്രൈന്റെ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കി. നഗരത്തിനുള്ളിൽ അവശേഷിച്ചിരുന്ന യുക്രൈൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡ് നൽകുന്ന സൂചനകൾക്കനുസരിച്ച് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ യുക്രൈൻ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. കീവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു നഗരത്തിന്റെ നഷ്ടം മാത്രമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ ലഭിച്ചിട്ടും തന്ത്രപ്രധാനമായ ഒരു പ്രദേശം സംരക്ഷിക്കാൻ കഴിയാത്തത് സെലൻസ്കി സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കും. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് നൽകുന്ന സൈനിക സഹായങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ വ്യോമാധിപത്യത്തെ തടയാൻ യുക്രൈന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യുദ്ധമുന്നേറ്റത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ വലിയ പങ്കുവഹിച്ചു. യുക്രൈൻ സൈന്യത്തിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് ആർട്ടിലറി യൂണിറ്റുകൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ റഷ്യൻ സർവൈലൻസ് ഡ്രോണുകൾക്ക് കഴിഞ്ഞു. റഷ്യ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന സൈനികരെ പോലും കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്ന കാമിഗാസെ ഡ്രോണുകൾ കാണാം. ഈ അത്യാധുനിക യുദ്ധമുറയ്ക്ക് മുന്നിൽ പരമ്പരാഗത പ്രതിരോധ രീതികൾ പരാജയപ്പെടുകയായിരുന്നു. കോൺസ്റ്റാന്റിനോവ്ക കൈവിട്ടതോടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടിയന്തര സൈനിക യോഗം വിളിച്ചതായാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ ക്രാമാറ്റോസ്ക് പ്രതിരോധിക്കാൻ കൂടുതൽ സൈന്യത്തെ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. എന്നാൽ ഇത് മറ്റു മേഖലകളിൽ യുക്രൈന്റെ പ്രതിരോധം ദുർബലമാക്കിയേക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്ത വലിയ ചർച്ചയായി കഴിഞ്ഞു. റഷ്യയുടെ സൈനിക ശേഷി കുറഞ്ഞു വരികയാണെന്ന പാശ്ചാത്യ യുദ്ധ വിദഗ്ധരുടെ വാദങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്നതാണ് ഇപ്പോഴത്തെ ഈ വൻ വിജയം. ഈ തന്ത്രപ്രധാന വിജയത്തോടെ വരും ദിവസങ്ങളിൽ റഷ്യ കൂടുതൽ കടുത്ത വ്യോമാക്രമണങ്ങൾ യുക്രൈനിലെ മറ്റു പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന ഉറപ്പാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.